ഇതേപോലെ മൊബൈൽ നോക്കി കിടക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് അപ്പോൾ സൈഡ് സ്വെറ്റിനായിരുന്നാലും വയറിനൊക്കെ ചെയ്യാൻ പറ്റിയ കുറച്ച് വർക്കൗട്ടുകൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇതേ ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. അത് ഇതേ കണക്ക് കാലം ചെരിച്ച്, അതായത് ഒരു കാലിൻ്റെ പുറത്ത് ഒരു കാല് വരുന്ന രീതിയിലല്ല, അത് ഇതേപോലെ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പെയിൻ ഉണ്ടാവും നമുക്ക് അവിടെ ഇങ്ങനെ വലിയുന്നത്. കാരണം ചെയ്യാതിരുന്ന് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. യോഗയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ യോഗയിലെടുക്കുന്നൊരു പോസാണ്. അപ്പോൾ നമ്മൾ ഈ ബോഡി ഈ സൈഡ് നല്ല ഷേപ്പാക്കി എടുക്കാനൊക്കെ നല്ലതായി ഒരു പോസ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ 1 മന്ത് 2 മന്ത് വെച്ച് കണക്ക് വെച്ചൊന്നും ആരും ചെയ്യാൻ നിൽക്കേണ്ട. അതിനൊക്കെ ഒത്തിരി സമയം ഉണ്ടാവും. നമ്മുടെ ബോഡി നമുക്കൊന്ന് പഴയ രീതിയിലേക്ക് ആക്കണം, ഫാറ്റ് കുറയ്ക്കണം, നല്ല ഷേപ്പാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ക്ഷമയോടെ നമ്മൾ ഒരുപാട് നാൾ ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് മെല്ലെ മെല്ലെ കിട്ടി തുടങ്ങും കേട്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യാനൊന്നും ഇരിക്കേണ്ട. ഇത് 1 മാസമായി ഷേപ്പ് കിട്ടുന്നില്ല ചെയ്യേണ്ടെന്ന് വിചാരിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിന് ഗുണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിനക്ക് ചെയ്യുക. പിന്നെ വരുന്നത് ഇത് നമ്മളിപ്പോൾ ഒരുമിച്ച് ഇതേപോലെ ഞാൻ നേരത്തെ 2ആയിട്ട് കാണിച്ചു. ഇതിപ്പോൾ ഇത് എനിക്ക് ഇങ്ങനെ സൈഡിലേക്ക്, ഇതിപ്പോൾ നമ്മുടെ ഈ സൈഡ് ഇങ്ങനെ നന്നായി ടേൺ ചെയ്ത് വരും കേട്ടോ. മറ്റേതെന്ന് പറയുമ്പോൾ ഈ സൈഡ് ടേൺ ചെയ്തതിനൊപ്പം നമ്മുടെ കാലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ചിങ് ആവും, വലിയുന്നു. രണ്ട് ഗുണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണിത് നമ്മുടെ ബോഡിയിലോട്ട് എഫക്റ്റ് ചെയ്യുന്നുള്ള നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇതും മറ്റതും രണ്ടും ഡിഫറൻ്റാണ്. ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇത് ഇത് കണക്ക് മറ്റത് ചെയ്തതിന് ശേഷം ഇത് കണക്ക് നമ്മൾ സമസമം കാല് വയ്ക്കുക, ചേർത്തിട്ട് വയ്ക്കുക, എന്നിട്ടിങ്ങനെ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഓരോ കാലായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ നിവർത്തി കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കി എന്തായാലും നമ്മളൊരു അരമണിക്കൂറെങ്കിലും കിടക്കാത്ത മനുഷ്യരുണ്ടല്ലോ. ഉറക്കം വരുന്നവരെങ്കിലും ആരായിരുന്നാലും കിടക്കും ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ട്. എന്നിട്ട് മിക്കുള്ളവരും അങ്ങനെ കിടന്നിട്ട് ഉറങ്ങല പതിവുണ്ടാകും. അപ്പോൾ ആ മൊബൈൽ നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പോലും അറിയുണ്ടാവില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ കിടക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്കൗട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിടക്കാം. എന്നിട്ട് ഇതിനൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് 2 കാലും ഇതേപോലെ കുത്തി നിർത്തിയിട്ട് ഈ 2 കാലും ഒരുമിച്ച് മുകളിലേക്ക് നമുക്ക് എടുക്കാം കേട്ടോ. ഇതേപോലെ കണ്ടോ, ഇതേപോലെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഒരു ഇത്ര എണ്ണം വച്ചിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എല്ലാം ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുറച്ചുകൂടെ എളുപ്പമുള്ള ഈസിയായിട്ട് ഇതിലിപ്പോൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരുപാടെണ്ണം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. വളരെ ഇത് നമുക്ക് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് അല്ലെങ്കിൽ വളരെ ഈസിയായിട്ട് തോന്നിയിട്ടുള്ള വർക്കൗട്ടിലാണ് ഞാനിതിൽ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമുക്ക് വീട്ടമ്മമാർക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ വയറിന് വേണ്ടിയിട്ട് മേൽവയറിന് വേണ്ടിയിട്ട് ചെയ്യുന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കട്ടെ. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് സ്റ്റിക്കിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് ചെയ്യേണ്ടെന്ന് ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് വളരെ കുറച്ച് ഇത്രയേ പറ്റുന്നുള്ളൂ. ഇതുപോലെ തന്നെ കാല് ഉയർത്തിക്കോളൂ. പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ സ്റ്റിക്ക് വെച്ച് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര ഉപയോഗമുള്ള ഭയങ്കര നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. എല്ലാ വർക്കൗട്ടും സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വെയിറ്റ് കുറയ്ക്കാനൊക്കെ സ്റ്റിക്കിൽ ചെയ്യുന്ന ഒരുപാട് വർക്കൗട്ടുണ്ട് കേട്ടോ. നല്ല സപ്പോർട്ടാണ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലതാണ് കേട്ടോ. വയറിന് നമുക്ക് ചെയ്യുമ്പോൾ വയറിൻ്റെ അപ്പോൾ നല്ല രീതിയിൽ നമുക്കിങ്ങനെ അവിടുത്തെ മസിലുണ്ടല്ലോ നല്ല രീതിയിൽ ഇങ്ങനെ ടൈറ്റാണ് നമുക്ക് അറിയാൻ പറ്റും ചെയ്യുമ്പോൾ കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ പിടുത്തുണ്ടാവും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം ഇങ്ങനെ പിടിക്കുക ചെയ്യുന്നത്. നമ്മൾ അത് ശ്രദ്ധിച്ചോളൂ. നമ്മൾ കാല് മുകളിലേക്ക് എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കൈ ഇങ്ങനെ നേരെ താഴേക്ക് ഇടുമ്പോൾ നമ്മൾ ആ ശ്വാസം ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ വെക്കുക. എന്നിട്ട് നമ്മൾ കാല് താഴേക്ക് ആക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ശ്വാസം വിടുക ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. ഇങ്ങനെ കാല് ഉയർത്തുമ്പോൾ അതിപ്പോൾ ഏതായിരുന്നാലും കാല് ഉയർത്തുന്നതായിരുന്നാലും ശ്വാസം ഇങ്ങനെ പിടിക്കുക, കാല് താക്കുമ്പോൾ ശ്വാസം വിടുക, അങ്ങനെ എടുക്കുക കേട്ടോ. നല്ല രീതിയിൽ നല്ല ഉപയോഗമാണ് കേട്ടോ. നമ്മൾ മേൽവയറിനൊക്കെ ഏറ്റവും നല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താ വെച്ചാൽ പറയണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുക, എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.